അങ്ങനെ എറണാകുളം കേന്ദ്രീകരിച്ച് RSS നടപ്പിലാക്കിയ ഒരു പദ്ധതി കൂടി വീണ്ടും പാളുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഒരു കുട്ടി തട്ടമിട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ആരംഭിച്ചത്. എന്നാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് പിന്നീട് റിപ്പോർട്ടുകൾ വന്നതും വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് നേരിട്ട് അത് സ്ഥിരീകരിക്കുന്ന ഒരു നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഇത്തരത്തിൽ എന്ത് വിഷയങ്ങളുണ്ടായാലും അതിനെയെല്ലാം ടേക്കപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് RSSനുള്ളത്. എവിടെ വർഗീയതയുണ്ടോ അവിടെയെല്ലാം വർഗീയത കുത്തിക്കയറ്റാൻ പറ്റുന്ന ഒരു മനോനിലയിലാണ് എപ്പോഴും RSS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഇതിലായിരിക്കും. എവിടെയെങ്കിലും വർഗീയത ഉണ്ടോ എന്നിങ്ങനെ തപ്പി നോക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ചാടിക്കേറി രംഗത്തെത്തിയതും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ ഇവിടെ ഒന്നും ഇവർക്ക്, അതായത് ഈ പറയുന്ന RSSന് അത് ഏറ്റെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വിഷയത്തെ ഇല്ലാതാക്കി കളയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, എന്നു മുതലാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു രീതി ആരംഭിച്ചതെന്ന് നമ്മൾ ഭയത്തോടു കൂടി ഓർമ്മിക്കേണ്ടതാണ്. പണ്ട് മുതൽ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇല്ലായിരുന്നു. അതായത് ഇതിനെപ്പറ്റിയൊന്നും ആരും സംസാരിക്കാറ് പോലുമില്ലായിരുന്നു. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൂടെ പഠിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ, അവർക്ക് പള്ളിയുണ്ട്, ഉച്ചയ്ക്ക് പള്ളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. അപ്പം നേരത്തെ പോകേണ്ട സമയമാകുമ്പോഴത്തേനും അവർ എഴുന്നേറ്റ് നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറോട് ചോദിക്കും, ടീച്ചറെ പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ശരി പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികൾ തട്ടുകിട്ടിട്ട് വരുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊന്നും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നു മുതലാണ് ഇത്തരത്തിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളോട് ഇത്തരത്തിലുള്ള വിവേചനം കാണിച്ചു തുടങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന് കാരണം കുറെ നാളുകളായിട്ട് ക്രിസ്ത്യൻ സഭകളിൽപ്പെട്ട ചിലരിലേക്ക് RSS പടർന്നു കയറുന്നുണ്ട് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് വിവരങ്ങൾ നമുക്കറിയാം. നമ്മൾ ഇതിനോടകം തന്നെ പല സംഭവങ്ങളായിട്ട് നമ്മളത് കണ്ടതാണ്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഓർക്കുക, ഇപ്പോൾ ഇപ്പം മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്തുന്നതും സ്കൂളുകളിൽ അതിനോട് വിലക്കൊന്നുമില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ഏതൊരാൾക്കും തങ്ങളുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനും അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ അവകാശവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം പള്ളുരുത്തിയിലെ കേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേ സ്കൂളിൽ തന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മാത്രമല്ല, ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികളുമുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മറ്റ് പല മതവിഭാഗത്തിലും മറ്റു പല ജാതിയിലും പെട്ട വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ എല്ലാം മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായിട്ട് ഇവർക്ക് അതിലെല്ലാം പങ്കെടുക്കാനും അതെല്ലാം പ്രകടിപ്പിക്കാനുമുള്ള അവകാശം ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തട്ടമിട്ട ഒരു കുട്ടിയോട് മാത്രം ഇത്തരത്തിൽ പെരുമാറിയെന്നാണ് നമുക്ക് ഭയത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ഇവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ഒരു ദുഷ്ടലാക്കോടുകൂടി സമീപിച്ച RSSന്റെയും BJPയുടെ നേതാക്കൾക്ക് തിരിച്ചടി കിട്ടുന്ന രീതിയിലായിരുന്നു പിന്നീടുണ്ടായ ഒരു കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം. വേണമെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ സാധാരണ തട്ടമിടിക്കാതെ തന്നെ വിടാം എന്നുള്ളൊരു നിലപാടിലേക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾ എത്തിയതോടുകൂടി ആ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ അധ്യാപകർ കാണിച്ചത് എത്ര ക്രൂരതയാണെന്ന് കൂടി നിങ്ങൾ ഓർത്തു നോക്കണം. അതായത് ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലോട്ട് വരെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ഒന്നോർക്കുക, ഇവിടെ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു കുട്ടി ഈ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടുകൊണ്ട് വരികയോ അല്ലെങ്കിൽ കറുത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരികയോ ചെയ്താൽ ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാവോ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെ ആരും ചെയ്യുകയുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയോട് മാത്രം ഇത്തരത്തിൽ പെരുമാറുന്നത്? അത് തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മതത്തോട് മുഴുവനുമുള്ള വിരോധം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും RSS സംഘപരിവാർ അജണ്ടകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല, ഇതുപോലെ തന്നെ ഹിന്ദു, അതായത് ഹിന്ദു മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നതും മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നതും ഒരുപാട് സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെ എല്ലാ മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുമുണ്ട്. അപ്പം ഇവിടെ ഏതെങ്കിലും, അതായത് ഒരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അമ്പലത്തിൽ പോകാൻ മാല ഇട്ടുകൊണ്ട് വന്നാലോ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന
ദിവസമുണ്ട്, വിഭൂതി തിരുനാൾ. ഈ വിഭൂതി തിരുനാളിന് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് വരുന്നതോ അല്ലെങ്കിൽ കഴുത്തിൽ കൊന്തയിട്ട് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലായ സ്കൂൾ മാനേജ്മെന്റ് പ്രവർത്തിച്ചാൽ അതിനെ എങ്ങനെയായിരിക്കും നമ്മൾ കാണുക എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടിയുടെ അവകാശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ലഭിക്കേണ്ട ഒരു അവകാശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ ഒരു വിദ്യാഭ്യാസമാണ് കേരളത്തിൽ ഉറപ്പാക്കിയിട്ടുമുണ്ട്. പക്ഷേ അതിൽ കൈകടത്താൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളം ഇങ്ങനെ ഉണ്ടായത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അവിടേക്കാണ് ഒരു വിദ്യാർത്ഥിയുടെ പഠിക്കാനുള്ള അവകാശത്തെ ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വർഗീയ വിഷത്തെ ആ ഒരു കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ആ കുട്ടിയുടെ തലയിലേക്ക് ഇടാനും ശ്രമിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ തോറ്റുപോയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു അധ്യാപകർ തന്നെയാണ്. ഇപ്പം വെള്ള ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മളുടെ മുന്നിൽ എപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പുറമേ കാണുന്ന പല രാഷ്ട്രീയപരമായിട്ടുള്ള പലതും ഇവരെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അവിടെ ആ ഒരു അധ്യാപകർ ചെയ്തത്, ആ ഒരു സ്കൂൾ മാനേജ്മെന്റ് ചെയ്തത് തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതിനെ മുതലെടുക്കാൻ ശ്രമിച്ച സംഘപരിവാറുകൾക്കും തീർച്ചയായിട്ടും ഇതൊരു അടി കിട്ടിയിരിക്കുകയാണ്. കാരണം ഇത് കേരളമാണ് എന്നുള്ളൊരു മിനിമം ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള യാതൊന്നിനെയും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും.